തിരുപ്പട്ടം നൽകൽ ശുശ്രൂഷയിൽ 2 കൈവപ്പ് പ്രാർത്ഥനകളാണുള്ളത്. ഈ സമയത്ത് കാർമികൻ ഇടതുകൈ യാചനാ രൂപത്തിൽ നീട്ടി വലതുകൈ വൈദികാർത്തിയുടെ ശിരസിൽ വയ്ക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വന്ന് തന്റെ കൃപാകടാക്ഷത്താൽ പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് മാത്യുവിനെ പരിപൂർണനാക്കണമേ എന്ന് അഭിവന്ദ്യ പിതാവ് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അനന്ത സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ സമയത്ത് തീക്ഷ്ണമായി നമ്മുടെ മാത്യുവിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവർണ്ണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യം അനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇയാളുടെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾ ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകളുയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവേ. ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന സംസ്ഥാന മാത്യു പട്ടുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേ. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിന് നിർമ്മതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്ത്രീഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ടവരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാ ബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മതബഹായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിന്റെ ഭാഗഭാഗ്യത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിന് വേണ്ടി പാപമോചകമായ മാമോദീസാത്മത്തെ അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ മുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്ന വദനനായി ഇരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശാപൂർവ്വം നിൽക്കുന്നതിനും വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മഹോന്നതമായ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ട മാത്യു അച്ഛനെ അഭിവന്ദ്യ പിതാവ് ഇപ്പോൾ പുരോഹിത വസ്ത്രം ധരിപ്പിക്കുകയാണ്. തുടർന്ന് ഈശോയുടെ സുവിശേഷം ജീവിത നിയമമായി സ്വീകരിച്ച് സുവിശേഷത്തിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് പ്രഘോഷിക്കുവാനുള്ള പുരോഹിതന്റെ ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് സുവിശേഷ ഗ്രന്ഥം അച്ഛന് നൽകുമ്പോൾ അച്ഛൻ സുവിശേഷ ഗ്രന്ഥം ശുദ്ധിച്ച് സ്വീകരിക്കുന്നു.
ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. മഹോന്നതമായ ശുശ്രൂഷ പൗരത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട മാത്യുവച്ചനെ പേര് ചൊല്ലി വിളിച്ച് പരിശുദ്ധത്വത്തിന്റെ നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ഭക്തീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്ന് കുരിശടയാളം നെറ്റിയിൽ വരച്ചുകൊണ്ട് അഭേദ്യ പിതാവ് പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് തന്റെ സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് പിതാവ് നവവൈദികന്റെ ശിരസിൽ ചുംബിക്കുന്നു. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാത്യു വട്ടുകുളങ്ങര എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പരമ പരിശുദ്ധനായ ദൈവം തന്റെ കരുണാന്തരമായ സ്നേഹം അളവുകളും അതിരുകളുമില്ലാതെ നമ്മിലേക്ക് ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട മാത്യുവിനെ അവിടുന്ന് മഹനീയമായ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയത്. മാലാഖമാരോട് ചേർന്ന് ദൈവത്തിന്റെ ഈ വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് സമാപന ഗാനോലയിൽ നമുക്കും പങ്കുചേരാൻ. തുടർന്ന് വരുന്ന ഗാനത്തിന്റെ സമയത്ത് നവവൈദികൻ ബലിപീഠത്തിന്റെ വലതുവശത്തും ഇടതുവശത്തും ചുംബിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഭക്തിപൂർവ്വം എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ ആദരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. ജീവജാലങ്ങളിൽ നിന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ശരണ
ഉന്നതമായ പൗരോഹിത്യ പദവിയിലേക്ക് തന്നെ ഉയർത്തിയ അഭിമന്യ പിതാവിനോടുള്ള തന്റെ വിധേയത്വം പ്രകടമാക്കിക്കൊണ്ട് കൃതജ്ഞതയോടെ മാത്യുവച്ചൻ കരം ചുംബിക്കുകയാണ്. ഈ സമയം അച്ഛനെ പിതാവ് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി എന്നേക്കും പൂർണ്ണനാക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും സൃഷ്ടിച്ച എല്ലാവരിൽ നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവരുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പവിത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. കർത്താവേ, സകല വിശുദ്ധരുടെയും അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിന്റെ നിഗൂഢവും സ്ഥിരവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, വിജയശ്രീലാളിതമായ കുരിശിന്റെ ശക്തിയും ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാപരപൂർണതയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ മറിയൂസേപ്പിന്റെയും സ്നാപകയോഗന്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ സ്ത്രീകന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശുദ്ധ യോദ്ധാക്കളുടെയും യാതനകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭാരതത്തിന്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ തീഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രഥമ വേദസാക്ഷിയായ മാർ എസ്തഫാനോസിന്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാർ അദ്ദായിയുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗീർവർഗീസിന്റെയും മാർ ദുര്യാങ്കോസിന്റെയും മറ്റ് വേദസാക്ഷികളുടെയും മാർ അബ്രേമിന്റെയും മറ്റു മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അനന്തമായ കൃപയാൽ തന്നെ പരിപൂർണനാക്കട്ടെ. തന്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന്
അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്നതിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ മഹനീയ ദിനത്തിൽ അവയുടെ നേരെ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ,